കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് എണ്ണയുടെ വിലയും സ്വർണത്തിൻ്റെ വിലയും ഉയർന്നു. എണ്ണയുടെ വില 0.8%, സ്വർണത്തിൻ്റെ വില 0.7%മാണ് ഉയർന്നത്. റഷ്യ ഉക്രൈനെതിരെ ഇന്റർകോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു എന്ന് ഉക്രൈൻ അവകാശപ്പെട്ടതിന് ശേഷമാണ് ഇന്റർനാഷണൽ വിപണിയിൽ വീക്ക്നെസ് വന്നതും എണ്ണയുടെയും സ്വർണത്തിൻ്റെയും വില ഉയർന്നതും. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.8% വർദ്ധിച്ച് $73 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.72% ഇടിഞ്ഞ് 23,349 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയാണ്. 37ാമത്തെ ട്രേഡിംഗ് സെഷനിലും FPIs 5,320 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4,200 കോടി രൂപയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടാറ്റ പവർ അതിൻ്റെ ഓൺഗോയിങ് ക്ലീൻ എനർജി പവർ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നും $4.25 ബില്യൺ ധനസഹായം സ്വീകരിച്ചേക്കും. SJVN എന്ന കമ്പനി രാജസ്ഥാൻ എനർജി ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. 5 ജിഗാവാട്ട് പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റും 2 ജിഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് SJVN രാജസ്ഥാൻ എനർജി ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചത്. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനിക്ക് ഉത്തർഖണ്ഡ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നിന്നും 1,274 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. എംഫസിസ് എന്ന കമ്പനി മണിഗ്രാം ഹാസ് F1 ടീമിൻ്റെ ഒഫീഷ്യൽ ഡിജിറ്റൽ പാർട്ണറായി മാറിക്കഴിഞ്ഞു. ഇവിടെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി സൊല്യൂഷനും ടീം പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ ടൂൾസുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും പാർട്ണർഷിപ്പിൽ ഒപ്പുവച്ചിരിക്കുന്നത്. റെയ്മണ്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. റെയ്മണ്ട് റിയാലിറ്റി എന്നിവയുടെ ഡീമർജറുമായി ബന്ധപ്പെട്ട് NSE BSE തുടങ്ങിയ എക്സ്ചേഞ്ചുകൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. LIC LTI മൈൻഡ്രയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 5% നിന്നും 7% ഉയർത്തി. ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബീമാ സുഗം ഇന്ത്യ ഫെഡറേഷൻ്റെ 10% സ്റ്റേക്കുകൾ വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് വിപ്രോയുടെ ബോണസ് ഇഷ്യൂവിൻ്റെ റെക്കോർഡ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഡിസംബർ 3 റെക്കോർഡ് ഡേറ്റ്. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി അതിൻ്റെ 20% സ്റ്റേക്കുകൾ പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജിയിൽ NSE ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ 20% സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ സെൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ OFS വഴി സെൽ ചെയ്യുകയാണ്. 1,550 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് നടക്കുന്നത്. പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1,850 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഏകദേശം 15% മുകളിലുള്ള ഡിസ്കൗണ്ട് സെല്ലിംഗ് ആണ് പ്രോട്ടീൻ ഇ ഗവർണൻസ് ടെക്നോളജി എന്ന കമ്പനിയിൽ നടക്കുന്നത്. മെഡ്പ്ലസ് ഹെൽത്ത് എന്ന കമ്പനിക്ക് കർണാടക സ്റ്റോറിലുള്ള ഡ്രഗ് ലൈസൻസ് സസ്പെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ എന്ന കമ്പനി തമിഴ്നാട്ടിൽ 2 റിന്യൂവബിൾ എനർജി പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. മാൻ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി തൈവാനിൽ പുതിയ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്